നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 19/3/2025 ബുധനാഴ്ച, അതായത് കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 5-ാം തീയതി വിശാഖം നക്ഷത്രവും പഞ്ചമി തിഥിയും വരുന്ന ദിവസം. കൃഷ്ണപക്ഷ പഞ്ചമിയാണ് ഈ ദിവസം. സൂര്യോദയം 6:33 AM-നും അസ്തമനം 6:32 PM-നും ചന്ദ്രോദയം 10:35 PM-നും രാഹുകാലം 12:32 മുതൽ 2:02 PM വരെയും ഗുളികകാലം 11:02 AM മുതൽ 12:32 PM വരെയും യമകണ്ഠകാലമാകട്ടെ 8:03 AM മുതൽ 9:32 AM വരെയും അഭിജിത്ത് മുഹൂർത്തം 12:08 മുതൽ 12:30 വരെയും 12:34 മുതൽ 12:56 PM വരെയുമാണ്. ചന്ദ്രാഷ്ടമം മീനം രാശിക്കാർക്ക്. പഞ്ചമി തിഥി ആയതുകൊണ്ട് എല്ലാവരും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതും വരാഹി ദേവിക്ക് പൂജ ചെയ്യുന്നതും രാത്രി 8 മണി മുതൽ 12 വരെയുള്ള സമയത്ത് ഓം ക്രീം ക്രീം സ്വാഹ എന്ന് ഉഗ്രവാരാഹിയെ പ്രാർത്ഥിച്ചുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണം, കിട്ടാക്കടം കിട്ടണം എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ സാമ്പത്തിക പ്രതിസന്ധികളും മാറുന്നതിന് സഹായകമാകും. ബുധനാഴ്ച ആയതുകൊണ്ട് അമ്മയുടെ മൂകാംബിക ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരും. 17, 18, 19 തീയതികൾ, അതായത് 15-ാം തീയതി മുതൽ 23-ാം തീയതി വരെ മൂകാംബികയിൽ ഉത്സവം നടക്കുന്നത് കൊണ്ട് മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ മൂകാംബിക ദേവിക്ക് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ രാത്രി 8 മണി മുതൽ 12 വരെയുള്ള സമയത്ത് വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കഷ്ടതകളും മാറിക്കിട്ടും. അതുപോലെ കൊടുങ്ങല്ലൂര്, ഗുരുവായൂര്, വൈക്കത്തൊക്കെ ഉത്സവം നടക്കുകയാണ്. യഥാശക്തി സമയം പോലെ ഈ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ഇനി നമുക്ക് രാശിയിലേക്ക് കടക്കാം. സൂര്യൻ നിൽക്കുന്നത് മീനൻ രാശിയിലും ചന്ദ്രൻ തുലാത്തിലും കുജൻ മിഥുനത്തിലും ബുധൻ മീനത്തിലും ഗുരു ഇടവത്തിലും ശുക്രൻ മീനത്തിലും മന്ദൻ കുംഭത്തിലും സർപ്പി മീനത്തിലും കേതു കന്നിയിലും ആയി ഗ്രഹങ്ങൾ അവരുടെ യാത്ര തുടരുന്നു. മിഥുനം രാശിയിലാണ് ഗുളികോദയം. അതുപോലെ തന്നെ ഉദയം വരുന്നത് മീനൻ രാശിയിലും. ഇനി നമുക്ക് 27 നക്ഷത്രക്കാർക്കും ഈ ബുധനാഴ്ച, അതായത് 19/3/2025 എന്തൊക്കെ ഗുണഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം. ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില്, ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലൊക്കെ പ്രാർത്ഥന നടത്തുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും വർദ്ധിക്കും. ബുധന്റെ നീചത്വമുള്ളവർക്ക് ചെറുപയർ ദാനം ചെയ്യുന്നത്, ചെറുപയർ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവത്തിന് അരിയോടൊപ്പം ചെറുപയറും കൂടി ദാനം ചെയ്യുമ്പോൾ കഷ്ടതകളെല്ലാം മാറി എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ സാധിക്കും. ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിയില സമർപ്പിക്കുന്നതും നല്ലതാണ്. വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ രാശിക്കാർക്കും ഗുണഫലങ്ങൾ നൽകുന്നതാണ്. പഞ്ചമി വിളക്ക്, പഞ്ചമി പൂജയൊക്കെ ചെയ്യുന്നത് കൃഷ്ണപക്ഷമായാലും ശുക്ലപക്ഷമായാലും പഞ്ചമി പൂജ ചെയ്യുന്നതോടുകൂടി സാമ്പത്തിക പ്രതിസന്ധി ഒരളവ് വരെ കുറഞ്ഞു കിട്ടും. ഹനുമാൻ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് വന്നു ചേരുന്നത്. ജനസമ്മതി, ധനം, അംഗീകാരം, മത്സരകാര്യങ്ങളിൽ വിജയം, പുതിയ വീട് നിർമ്മിക്കുന്നതിനുള്ള യോഗം ഇവയൊക്കെ വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ മികച്ച വിജയം, കീർത്തി, ആലോചിക്കുന്ന വിവാഹം നടത്തണമോ എന്നുള്ള ഒരു തീരുമാനം, അതുപോലെ തന്നെ കലാകാരന്മാർക്ക് സർക്കാരിൽ നിന്നും അംഗീകാരവും പ്രോത്സാഹനവും, പൊതുജനങ്ങളിൽ നിന്നും അംഗീകാരം, അതുപോലെ അല്പസ്വല്പമായി ധനാഗമനം, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അല്പ സാമ്പത്തിക ലാഭം, ഇതൊക്കെ വന്നു ചേരാം. പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്.
സാമ്പത്തിക പ്രതിസന്ധികൾ മാറിക്കിട്ടുന്നതിനായി വരാഹി ദേവിയെ ഓം ക്രീം ക്രീം സ്വാഹ എന്ന് 108 പ്രാവശ്യം ജപിക്കുന്നത് എല്ലാവിധത്തിലുള്ള ഗുണഫലങ്ങളും നൽകും. ഇടവൻ രാശി. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗ കയറ്റത്തിനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും. പ്രായമായവർക്ക് അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതിനുള്ള ഒരു യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യ പഠിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പരീക്ഷാ വിജയം ഉറപ്പാവും. യന്ത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് തൊഴിലിൽ നേട്ടവും യുവമിഥുനങ്ങൾക്കും ഉദ്യോഗത്തിന് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. സർക്കാർ ആനുകൂല്യം, ചിട്ടി, ബാങ്കിങ് ഇവയിൽ നിന്നൊക്കെ അല്പം പണം വന്നു ചേരുന്നതിനുള്ള സാധ്യത കാണുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും മനസ്സിന് എന്തെന്നില്ലാത്തൊരു വിഷമം അലട്ടിക്കൊണ്ടേയിരിക്കും. ആയുധങ്ങളിൽ നിന്ന് മുറിവുകളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദരരോഗവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ അനുകൂല അവസ്ഥകൾ വന്നു ചേരുമ്പോൾ മനസ്സ് നിറഞ്ഞ അമ്മയോട് നന്ദി പറയണം. രാശിനാഥയായ മഹാലക്ഷ്മിയെ നിത്യം സ്തുതിക്കുന്നതോടൊപ്പം കുടുംബ പരദേവതയെയും വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ഐശ്വര്യവും നിലനിന്ന് കിട്ടും. മിഥുനം രാശി. ഇഷ്ടമുള്ള കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. വിശിഷ്ട അലങ്കാര സാധനങ്ങൾ വാങ്ങാനും അത് വഴി ഗ്രഹം മോടി പിടിപ്പിക്കുന്നതിനും സാധിക്കും. ജനപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ജനപ്രതിനിധികൾക്ക് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. കൃഷിക്കാർക്കും കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കുമൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. കൃഷിയിൽ നിന്നും എന്തെങ്കിലും അല്പം ലാഭം അധികം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വിഘ്നങ്ങൾ പൊതുവെ കുറഞ്ഞു കിട്ടുന്ന സമയമാണ്. ഉദ്യോഗ സംബന്ധമായ കാര്യത്തിന് വേണ്ടി യാത്ര ചെയ്യേണ്ടതായി വരും. ശത്രുക്കളെ ഒരു പരിധിവരെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. കുടുംബപരമായി അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടവും ചെറുപ്പക്കാർക്ക് അവരുടെ പ്രണയ സാഫല്യമോ അതുപോലെ മംഗല്യഭാഗ്യമോ വന്നു ചേരാം. രാശിനാഥനായ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി എല്ലാവിധ സൗഭാഗ്യങ്ങളും ശ്രീരാമസ്വാമിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും ഒക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. കർക്കിടകക്കൂറ്. കർക്കിടക രാശിക്കാർക്ക് പെൻഷനായവർക്ക് എന്തെങ്കിലും താൽക്കാലിക ജോലി ലഭിക്കുന്നതിനുള്ള യോഗം കാണുന്നു. പുതിയ ജോലിക്ക് താൽക്കാലികമായി കയറുക, ഭൂമിയിൽ അല്പം പണം നിക്ഷേപിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. ഭൂമി വിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ല അവസരം വന്നു ചേരും. മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ കൊണ്ട് അഭിമാനമുണ്ടാകും. ശത്രുശല്യം ഒരു പരിധിവരെ നിയന്ത്രണത്തിലാവും. സാമ്പത്തിക നേട്ടം അല്പമുണ്ടാവും. മുടങ്ങിയ പഠനം പുനരാരംഭിക്കുന്നതിനുള്ള യോഗവും വന്നു ചേരും. നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. സർക്കാർ അർദ്ധ സർക്കാർ ജോലിക്ക് അവസരം ലഭിക്കും. പൊതുവെ ഏറ്റവും അനുകൂലമായ ദിവസമായതിനാൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം രാശിനാഥയായ ദുർഗാദേവിയെയും വരാഹി ദേവിയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. ചിങ്ങം രാശി. സാമാന്യമായിട്ടുള്ള ഒരു ജോലിയില് ആ ജോലിയിൽ തുടരാനുള്ള ഒരു യോഗം, നിർത്തേണ്ടി വരുന്ന സാഹചര്യമായിരുന്നത് ആ അന്തരീക്ഷം ഒന്ന് മാറിയിട്ട് ആ ജോലിയിൽ തന്നെ തുടരാനുള്ള ഒരു അറിയിപ്പ് ലഭിക്കും. അല്ലെങ്കിൽ അതിനുള്ള മനസ്സിനൊരു തീരുമാനം ഉണ്ടാവും. അതുപോലെ ഗ്രഹനിർമ്മാണത്തിൽ അല്പം തടസ്സം വന്നിരുന്നത് മാറി പുരോഗതിയിലേക്ക് വരും. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു സാധ്യതയും തെളിഞ്ഞു വരുന്നതാണ്. കാവ്യം, കലാ, നൃത്ത പരിപാടികളിലൊക്കെ ശോഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. ഗ്രഹത്തിൽ ആഡംബര വസ്തുക്കൾ വന്നു ചേരും. അത് പ്രതീക്ഷിക്കാതെ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുതിയ തന്ത്രങ്ങൾ
പ്രാവർത്തികമാക്കും. കരൾ രോഗങ്ങളോ കണ്ഠരോഗങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴുത്ത് അതുപോലെ തന്നെ നെഞ്ച് ഇടിപ്പ് കൂടാതിരിക്കാൻ പ്രഷറൊക്കെ നിയന്ത്രണത്തിലാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. കന്നിരാശി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിട്ടിയൊക്കെ കിട്ടാനുള്ള യോഗം കാണുന്നു. സർക്കാർ സംബന്ധമായ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും പൈസ വരാനുള്ള യോഗമുണ്ട്. സർക്കാർ ഭൂമി ഏറ്റെടുത്തിട്ട് അതിന്റെ പണം കിട്ടാനുള്ളവർക്ക് അതിനൊക്കെയുള്ള യോഗം കാണുന്നു. മുടങ്ങിക്കിടന്നിരുന്ന ശമ്പളമോ അരിയറോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയും കാണുന്നു. പെൻഷനും അതുപോലെ തന്നെ വന്നു ചേരാനുള്ള യോഗം, മുടങ്ങിക്കിടന്നിരുന്നതൊക്കെ പുനരടുത്ത് കിട്ടുവാനുള്ള യോഗം കാണുന്നുണ്ട്. കലാകാരന്മാർക്ക് പ്രോത്സാഹനം ലഭിക്കും. അവാർഡുകളൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യത ഉണ്ടാകുന്നു. പൂർവിക സ്വത്ത് ലഭിക്കുവാനുള്ള യോഗവും കാണുന്നു. ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കും. സന്താനലബ്ധിയും രോഗമുക്തിയും പ്രതീക്ഷിക്കാം. പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യമാണ് കന്നിരാശിക്കാർക്ക്. മൂകാംബികയിൽ ഉത്സവം നടക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് പ്രത്യേകം ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക, വരാഹി ദേവിയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. തുലാം രാശി തൊഴിൽ കാര്യങ്ങൾക്ക് ഉത്തമ സമയമാണ്. ചെറുകിട കച്ചവടക്കാർക്കും വൻകിട കച്ചവടക്കാർക്കും ബിസിനസ്സിൽ അല്പം ധനലാഭം പ്രതീക്ഷിക്കാം. വാഹനസുഖം, മനസുഖം, യാത്രകള് ഇതിലൊക്കെ അല്പം ആനന്ദം വന്നു ചേരുന്നതാണ്. പ്രായമായവർക്ക് വീട് മാറി താമസിക്കേണ്ടതായ ഒരു സാഹചര്യം വന്നു ചേരും. സന്താനങ്ങൾക്ക് വിദ്യയിലും തൊഴിലിലുമൊക്കെ അല്പം പുരോഗതി ദർശിക്കാം. വിദേശവാസികൾക്ക് തൊഴിൽ നല്ല അവസരം വന്നു ചേരും. യന്ത്രങ്ങൾ, വൈദ്യുതി, അഗ്നി ഇവയുമായി ബന്ധപ്പെട്ടവർക്ക് കാലം അനുകൂലമാണ്. എന്നാൽ അപകടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സർപ്പദോഷങ്ങൾ വരാതിരിക്കുന്നതിന് നാഗദേവതകളെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ കർമ്മരംഗത്ത് ആരുടെയും അഭിപ്രായത്തെ മാനിക്കാതെ അവനവന് ഉചിതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാശിനാഥയായ മഹാലക്ഷ്മിയെയും മൂകാംബിക ദേവിയെയും വരാഹി ദേവിയെയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സാമ്പത്തികത്തിന്റെ കെട്ടുകളും മാറി സന്തോഷവും സൗഖ്യവും സമാധാനവും സമ്പത്തും എല്ലാം വന്നു ചേരും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് സന്താനങ്ങളുമായി ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരും. ആയുധങ്ങളുമായി പണി ചെയ്യുന്നവർക്ക് അതിൻ്റെ പണി, അതായത് തൊഴിലൊക്കെ പഠിപ്പിക്കുന്നവർക്ക്, മെക്കാനിക്കൽ വർക്കൊക്കെ പഠിക്കുന്നവർക്ക് യന്ത്ര സാമഗ്രികളാലും മെഷീനുകളിലാലും ഒക്കെ അപകട സാധ്യത കാണുന്നുണ്ട്. അപ്പം രാശിനാഥയായ ഭദ്രകാളിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. വിദേശ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യേണ്ടതായി വരും. വിവാഹാലോചന ചിലപ്പോൾ മുടങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ അവസരങ്ങൾ വന്നു ചേർന്നത് ചിലപ്പോൾ അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാതെ വരും. ആ സമയത്തൊക്കെ അമ്മയുടെ അനുഗ്രഹത്തിനായി നന്നായി പ്രാർത്ഥിക്കുക. വരാഹി ദേവിയെ നന്നായി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വാഹനമോ ആഭരണമോ ഒക്കെ വാങ്ങാൻ വിചാരിച്ചിരുന്ന പണം എടുത്ത് മറ്റ് ആശുപത്രിയിലൊക്കെ ചിലവാക്കേണ്ടതായ സാഹചര്യം വരും. പൊതുവെ അല്പം മോശമായ ഒരു ദിവസമാണ്. അമ്മയെ പ്രാർത്ഥിക്കുക, ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുക. കൊടുങ്ങല്ലൂരൊക്കെ ക്ഷേത്ര ദർശനം നടത്തുന്നത് നന്നായിരിക്കും. ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല ചാർത്തുകയും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദിവസം കൂടുതൽ ശോഭനമായി തീരും. രാശി പ്രായമായവർ അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. അരിസസ് പോലെയുള്ള ഹെർണിയ പോലെയുള്ള രോഗാസ്വസ്ഥതകൾ ഉണ്ടാവാം. പൂർണ്ണമായ ദൈവാധീനവും കുടുംബദേവതയുടെ അനുഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ കുടുംബത്തിൽ കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അഭിനയം, നൃത്തം, കലാപ്രവർത്തനങ്ങളിൽ ശോഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഗൃഹനിർമ്മാണത്തിനുള്ള സാധ്യതയും കാണുന്നു. പൊതുവെ ചിന്തകൾക്ക് രൂപം കൊടുക്കുകയും അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യണം. പ്രൈവറ്റ് ട്യൂഷൻ, കോളേജ് ഇവയിൽ നടത്തുന്നവർക്ക് അല്പം അനുകൂലമായ സമയമാണ്.
എല്ലാവിധ ദോഷങ്ങളും മാറുന്നതിന് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയും മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഇഷ്ടസ്ഥാനത്തുണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസ സാമഗ്രികൾ വാങ്ങുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും. കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ പറ്റാതെ വിഷമിക്കും. ലാപ്ടോപ്പൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്ന ആഗ്രഹം സഫലീകരിക്കാതെ വിഷമിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും ദാനമായി തരുന്നതിനുള്ള, സമ്മാനമായി തരുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വിദ്യാ വിജയം കാണുന്നു. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മാറ്റിപ്പോകുന്നതിന് സാഹചര്യം ഉള്ളതുകൊണ്ട് ശിവപാർവതി ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ ആവശ്യമാണ്. ഭൂമി സംബന്ധമായ അല്പം ലാഭം വന്നു ചേരും. ധാന്യങ്ങളും സസ്യങ്ങളും ഒക്കെ കൃഷി ചെയ്ത് അല്പം ലാഭമുണ്ടാക്കാൻ സാധിക്കും. ജോലിയിൽ സംതൃപ്തി കിട്ടുന്നതിനായി ഉദ്യോഗാർത്ഥികൾ ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചിട്ട് കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്നത് നന്നായിരിക്കും. കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പാറ, കോറി തുടങ്ങിയതിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അല്പം ധനലാഭം പ്രതീക്ഷിക്കാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അനുകൂല സാഹചര്യം വന്നു ചേരും. കൈകാലുകൾ വേദനകൾ, അതുപോലെ കാൽമുട്ടിന് എന്തെങ്കിലും ഇങ്ങനെ തേയ്മാനമൊക്കെ വരാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് പ്രത്യേക വൈദ്യ പരിശോധന ആവശ്യമാണ്. രാശിനാഥനായ ഹനുമാൻ സ്വാമിയെയും അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിച്ച് കഷ്ടതകൾ മാറ്റേണ്ടതാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടഭൂമി വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു. പൗത്രാദി ലാഭം, അതായത് പുത്രന് മക്കളുണ്ടായി കാണാനുള്ള യോഗം വന്നു ചേരുന്നതാണ്. ചെറുപ്രായത്തിലുള്ളവർക്ക് അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. വിദേശവാസികൾക്ക് അനുകൂലമായ തൊഴിൽ കിട്ടും. പൂർവിക സ്വത്തിന്റെ കാര്യത്തിലും ഏകദേശം ഒരു തീരുമാനമൊക്കെ ഉണ്ടാകും. സാമ്പത്തിക ബാധ്യതകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാവും. എന്നാൽ കാലുകൾക്ക്, അതുപോലെ തന്നെ ഇടുപ്പെല്ലുകൾക്കൊക്കെ എന്തെങ്കിലും ഇടുപ്പിലൊക്കെ വേദനയോ നടുവേദനയോ ഒക്കെ വരാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് മുറിവെണ്ണയോ തൈലമൊക്കെ ഉപയോഗിക്കുന്നതും, അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് കഴിക്കുന്നത്, ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ നൽകും. കുടുംബദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ കഷ്ടങ്ങളും മാറിക്കിട്ടും. മീനൻ രാശിക്കാർക്ക് പൂർണ്ണ ദൈവാധീനമുള്ള സമയമാണ്. തൊഴിൽ യാത്ര വഴിയും തൊഴിലിൽ നിന്നും സർക്കാരിൽ നിന്നും കുടുംബ ബന്ധുക്കളിൽ നിന്നുമൊക്കെ ചെറിയ രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. സന്താനങ്ങൾക്ക് കുറച്ച് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന സമയമാണ്. വരവും ചെലവും ടാലിയായി കൊണ്ടുപോകാൻ സാധിക്കും. മാനസിക ഉല്ലാസം വർദ്ധിക്കും. പരീക്ഷയിൽ വിജയിക്കുന്നതിനുള്ള സാധ്യതകൾ കാണുന്നു. ഉന്നത വിജയം നേടുന്നതിനായി ഗണപതി ഭഗവാനെയും വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. മൂകാംബിക ക്ഷേത്രത്തിലേക്ക് വഴിപാടെടുത്തു വയ്ക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. ശിവങ്കൽ ജലധാരയും അതുപോലെ തന്നെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്താൻ സാധിക്കുകയാണെങ്കിൽ കോടിയർച്ചനയിലൊക്കെ പങ്കുകൊള്ളുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ഗുരുവായൂരപ്പന് ഗുരുവായൂർ ഉത്സവം നടക്കുന്നുണ്ട്, അവിടെയും യഥാശക്തി വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ 27 നക്ഷത്രക്കാർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു നല്ല ദിവസമായി തീരട്ടെ ഈ ദിവസം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.